ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു യാത്രയിലേക്കാണ് ഏവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഞങ്ങളെല്ലാവരും വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഞങ്ങൾ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്കാണ് യാത്ര. ഒരു വൺ ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങാടിക്കടവിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. 2 കാറുകളിലായിട്ട് ഞങ്ങൾ 8 പേരാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് യാത്രയിലെ ഓരോ നിമിഷങ്ങളും കണ്ട് ആസ്വദിക്കാം. അങ്ങാടിക്കടവ് ടൗണിൽ നമ്മളെത്തി. ഇനി ഇവിടെ നിന്ന് നേരെ കുറച്ചങ്ങ് പോയാൽ വലതുവശത്തേക്ക് തിരിയുന്ന ഒരു റോഡുണ്ട്. അത് ചരളിലേക്കുള്ള റോഡാണ്. മറ്റു വഴിയെ അപേക്ഷിച്ച് ഇതിലൂടെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കർണാടകയിലേക്കുള്ള റോഡിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. ഇതാണ് ആ പറഞ്ഞ വഴി. ഇതിലൂടെ നമ്മൾ യാത്ര മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്കൊരു പാലം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പാലത്തിലൂടെ നമ്മൾ അക്കരയ്ക്ക് കടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് യാത്ര. അതിനുശേഷം നമ്മളിനി റൈറ്റ് സൈഡിലേക്കുള്ള ഒരു പാലത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ആ പാലം. ഇതാണ് നമ്മൾ കർണാടകയിലേക്ക് കയറുന്ന പാലമാണിത്. അങ്ങനെ നമ്മൾ കേരള സംസ്ഥാനത്ത് നിന്ന് കർണാടക സംസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമുക്ക് യാത്ര തുടരാം. നമ്മൾ വീട്ടിൽ നിന്ന് 10:30-ക്കാണ് ഇറങ്ങിയത്. ഇവിടുത്തെ റോഡൊക്കെ കുറച്ച് മോശമാണ്. അതുകൊണ്ട് യാത്ര അത്ര സുഗമമല്ല. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും നല്ല ഹോട്ടലായ കൂർഗ് ഗേറ്റിൽ എത്തിച്ചേർന്നു. സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയമായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് നമ്മൾ ഓർക്കുന്നത്. കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഫോട്ടോസിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കൂടാതെ ഒരു പുതിയ അതിഥിയെ ഇവിടെ നിന്ന് കണ്ടെത്തിയതാണ്. നല്ല ഭംഗിയുള്ള ഒരു പട്ടിക്കുട്ടി എന്ന് നമ്മൾ പറയുന്നു. നല്ല ഒരു പാവക്കുട്ടി പോലെ തന്നെയുണ്ട് അതിനെ കാണാൻ. അതിൻ്റെയും വീഡിയോസ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കി തരുന്നതാണ്. നല്ല രസമാണ് അതിനെ കാണാൻ. നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ഒരു പട്ടിക്കുട്ടി.
നമുക്ക് ആ നായ്ക്കുട്ടീൻ്റെ വീഡിയോയും കൂടി ഒന്ന് കാണാം. അവൻ ഞങ്ങളുടെ അടുത്ത് വന്നു ഒന്ന് മൈൻഡാക്കിയിട്ടാണ് പോയത്. ഇപ്പോൾ ഏകദേശം 12:45. ഇനി പതുക്കെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറുകയാണ്. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ഇനി യാത്ര തുടരുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അതിശക്തമായ മഴയാണ്. നമ്മുടെ യാത്ര എന്താവുമെന്നറിയില്ല. അവിടേക്ക് എത്തുമ്പോൾ മഴയാണെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ യാത്ര പുറപ്പെട്ടല്ലോ, നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാം. ഞങ്ങൾ ഇരുവാഹനങ്ങളിലായിട്ടാണ് പോകുന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ. നമ്മുടെ കൂടെയുള്ള ഒരു വണ്ടിയാണ് മുന്നിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ദുബാരെ ടൂറിസ്റ്റ് പ്ലേസിലെത്തി. ഇവിടെ ആനകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സമയം കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആനേനെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് അവിടെയുള്ള മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. പറഞ്ഞതുപോലെ തന്നെ ആനയെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് ഇവിടുത്തെ വൈവിധ്യമാർന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചു. ഇവിടുത്തെ ചെറിയ ചെറിയ വിനോദങ്ങളിലേക്ക് എല്ലാവരും നീങ്ങി കുതിരപ്പുറത്ത് കയറുകയും പച്ചമാങ്ങ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്തു. അതിവിശാലമായി പരന്നു കിടക്കുന്ന ഈ പുഴ നമുക്ക് കാണാം. ഈ പുഴയുടെ അക്കരെയാണ് ആനകളുള്ളത്. അപ്പോൾ ആനകളെ കാണാൻ പോകുമ്പോഴും നമ്മളൊരു ബോട്ടിലാണ് അക്കരയ്ക്ക് പോകുന്നത്. അതിനുശേഷം ആനകളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് ബോട്ടിൽ തന്നെ തിരിച്ചു വന്ന് ഇവിടെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ വന്ന് ആനകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്കിയാൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിനി തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ നമ്മൾ നിസർഗധാമയിലെത്തി. ആദ്യം തന്നെ ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇനി മുന്നോട്ടേക്ക് യാത്ര. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഓരോ കാഴ്ചകളും കാണാം. അങ്ങനെ പാലത്തിലൂടെ ഞങ്ങളെല്ലാം ഇക്കരെ എത്തി. ഈ മുളങ്കാടിനുള്ളിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള പിള്ളേർ സെക്ഷനൊക്കെ അവിടെ നടന്ന് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. പപ്പയും മമ്മിയും ഞങ്ങൾ രണ്ടുപേരും നടന്ന് കാണാനൊന്നും പോയില്ല. നമ്മളിതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ഞങ്ങളിവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ അതൊക്കെ നടന്ന് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ ധാരാളം പ്രതിമകളും കുട്ടികൾക്കുള്ള പാർക്കും അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മുളങ്കാടിനുള്ളിലുണ്ട്. അവർ അതൊക്കെ കണ്ടുവരുന്ന സമയം കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കയറിയതാണ് ഞങ്ങൾ ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ. അവർ വരുമ്പോഴേക്കും താഴേക്ക് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. നല്ല ഒരു രസമുണ്ട് ഇതിൻ്റെ മുകളിൽ ഇരിക്കാനൊക്കെ. കാലപ്പഴക്കമുള്ള ഈ ഏറുമാടത്തിൽ ചെതലുകളൊക്കെ കയറി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നല്ല ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ ലഭിക്കുക. ഈ മുളങ്കാടിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും തിരിച്ചെത്തി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. നോക്കിയേ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന്. ഒരു പാമ്പിനെയും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്.
നമ്മൾ എവിടേക്കാണ് എത്തിയതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? കുശാൽ നഗറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇവിടെ അതിശക്തമായ മഴയാണ്, ഉഗ്രം മഴ, നിലം കാണാൻ പറ്റാത്ത തരത്തിലുള്ള മഴയാണ്. പക്ഷേ ഇന്ന് തന്നെ നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര എന്താണേലും ആരംഭിക്കുകയാണ്. 6:10 ഇപ്പോൾ സമയം. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. നല്ല ശക്തമായ മഴയാണ്. നമുക്ക് മഴയൊക്കെ അതിജീവിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് യാത്ര തുടരാം.